നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ICFRയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ICFR എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ ഇതിന് കീഴിൽ ICFR കീഴിലുള്ള ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസിയാണ്. 10ാം ക്ലാസ് മുതൽ നിങ്ങൾക്ക് +2 ഇനി ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ അതെല്ലാം MTS അതുപോലെ LDC തുടങ്ങിയുള്ള വേക്കൻസികളൊക്കെയാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. പെർമനന്റ് വേക്കൻസിയാണ്, എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ പോസിറ്റീവ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പം ഈ ICFRയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്സാം ഒക്കെ ഉണ്ടാവും. മീൻസ് അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് സീരീസും PYQs ഒക്കെ ബന്ധപ്പെടുത്തി അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വൈസ് ആയുള്ള ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ആഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ആവുന്ന രീതിയിലായിരിക്കും അതിലേക്ക് നമ്മൾ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 20/11/2024 ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് അതുപോലെ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലുള്ള ഒരു ഓട്ടോണമസ് ബോഡിയാണ് ഈ പറയുന്ന ICFR എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു യൂണിറ്റാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് IWST എന്ന് പറയും. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ LDC എന്ന് പറയുന്ന പോസ്റ്റ്, ലോ ഡിവിഷൻ ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങിയുള്ള പോസ്റ്റിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റ് വൈസ് ആയിട്ട് നോക്കാം. ഇതിൽ ലിമിറ്റഡ് വേക്കൻസിയാണ്. വേക്കൻസി കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾ നോക്കരുത്. നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾ ഏജ് ഒക്കെ ഓക്കെ ആണോ, നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇത് ലെവൽ 6 ആണ് ഇതിൻ്റെ പേ സ്കെയിൽ. അപ്പോൾ ഒരു വേക്കൻസിയാണ് അതിൽ SCക്ക് റിസർവ്ഡ് വേക്കൻസിയാണ്. SC കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മിനിമം ഏജ് 18 മാക്സിമം 27 കഴിയാൻ പാടില്ല. അപ്പം ഈ പറയുന്ന 3/1/2025 ഏജ് കണക്കാക്കുന്നത്. അതിലേക്ക് നിങ്ങൾക്ക് 27 വയസ്സ് കഴിയാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിട്ട്, അതായത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ലൈബ്രറി സയൻസിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയും പാടെ വേണം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലൈബ്രറി സയൻസിലുള്ള ബിരുദവും ബാച്ചിലേഴ്സ് ഡിഗ്രിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഇതിൽ നമുക്ക് 4 വേക്കൻസി ഉണ്ട്. പേ ലെവൽ 2 ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് 18 മിനിമം ഏജ്, മാക്സിമം 27. ഇതിൽ നിങ്ങൾക്ക് OBC ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് SC ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. 5 വർഷം അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും ഇതിൽ. ഈ പോസ്റ്റിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മാറിപ്പോയതാണ്, OBCൻ്റെ റിലാക്സേഷൻ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക് OBC ആണെങ്കിൽ 30 വയസ്സ്, ദെൻ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ 2 വേക്കൻസി, OBCക്ക് ഒരു വേക്കൻസി, SCക്ക് ഒരു വേക്കൻസി അങ്ങനെയാണ്. എന്നാൽ ST കാൻഡിഡേറ്റ്സിന് EWCനൊക്കെ എന്ത് ചെയ്യാം, ഈ ജനറൽ വേക്കൻസിയിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. +2 നിങ്ങൾക്ക് ഏത് സ്ട്രീം എടുത്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഒരു 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമുക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ആ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായാൽ മതി. ഇനി നമുക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഹിന്ദിയിലാണോ ഏതെങ്കിലും ഒന്ന് മതി. ഇനി ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ടൈപ്പിംഗ് സ്പീഡ്, ആ ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ്. പേ ലെവൽ 1 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 12 വേക്കൻസി ഇതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സെയിം ഏജ് തന്നെയാണ്. OBC ആണെങ്കിൽ 30 വയസ്സ് വരെ, SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾക്ക് 5 പോസ്റ്റ് ജനറൽ, 2 പോസ്റ്റ് SC, 1 പോസ്റ്റ് ST, ദെൻ 3 പോസ്റ്റ് OBC, 1 പോസ്റ്റ് EWC. ഇങ്ങനെയാണ് വേക്കൻസി, റിസർവ്ഡ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബൈ പോസ്റ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്യേണ്ട അഡ്രസ്സാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കാണാം ബാംഗ്ലൂർ പിൻകോഡ് വരെ. ഇതുവരെയാണ് ഇതിൻ്റെ ഫുൾ അഡ്രസ്സ്. ഈ ഫുൾ അഡ്രസ്സ് പ്രോപ്പറായിട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അത് ബൈ പോസ്റ്റ് ആയിട്ട് നമുക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തുന്ന രീതിയിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കാം. അങ്ങനെ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് ശ്രദ്ധിച്ചോളി, 3/1, അതായത് ജനുവരി 3 വരെ എനിക്ക് സമയമുണ്ട്. ജനുവരി 3ൻ്റെ ഉള്ളിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരു പോസ്റ്റലായിട്ട് അയക്കണം. അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അത് നമ്മളിങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, എങ്ങനെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന 3/1/2025 എന്ന് പറയുന്നത്
പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അപേക്ഷ അവിടെ എത്തണം എന്നുള്ളതാണ്. ഇതാണ് ഈ അഡ്രസ്സിലേക്ക് എത്തണം. ഇനി ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ളവരാണെങ്കിൽ അവർക്ക് 10/1/2025 വരെ എന്ത് ചെയ്യും സമയമുണ്ട്. കുറച്ചും പാടെ ഡേറ്റ് കുറച്ച് അധികം ഉണ്ട് അവർക്ക് 10/1/2025 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടേക്ക് നിങ്ങൾക്ക് ഒന്നിലധികം പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ലോവർ ഡിവിഷനിലേക്കും അപ്ലൈ ചെയ്യാം, മൾട്ടി ടാസ്കിങ്ങിലേക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫോം ഫിൽ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫീ അടയ്ക്കണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് വെക്കണം. ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് കവറിലിട്ടിട്ട് അയക്കണം. ഓരോന്ന് സെപ്പറേറ്റ് കവറിൽ തന്നെ ഇട്ടിട്ട് എൻവലപ്പിലിട്ടിട്ട് തന്നെ നിങ്ങൾ അയക്കണം. ഒറ്റ എൻവലപ്പിലിട്ട് അയക്കാൻ പാടില്ല. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഈ അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ ഫോം ഇതാണ് കേട്ടോ. ഓരോന്നിനും ഓരോ ഫോം ഉണ്ട്, ഞാൻ കാണിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മളിവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കണം. അത് കൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ അപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 3 അഡീഷണൽ ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കൂടെ വെക്കണം. ഓക്കെ, 3 അഡീഷണൽ ഫോട്ടോഗ്രാഫ് നമ്മൾ അതേ ഫോട്ടോഗ്രാഫ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം അപ്ലിക്കേഷനിൽ ഒട്ടിക്കണം. ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിക്കണം. എന്നിട്ട് 3 ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെയുള്ള 3 ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ വെച്ചിട്ട് 3 നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ പിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ പിൻ ചെയ്ത് വെക്കണം. ഫ്രണ്ട് പേജിൽ തന്നെ അപ്ലിക്കേഷനാണ് ഏറ്റവും മുകളിൽ നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ ഏറ്റവും മുൻവശത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾ പിൻ ചെയ്ത് വെക്കണം. പ്രത്യേകം പറയുന്നുണ്ട് 3 ഫോട്ടോ വേണം കേട്ടോ അഡീഷണലായിട്ട്. അപ്പോൾ ഇതടക്കം 4 ഫോട്ടോ ഒരു ആപ്ലിക്കേഷന് വേണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ പിൻ ചെയ്ത് നമ്മൾ സ്റ്റാപ്പിൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ വെക്കണം എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അത് മറന്നു പോരുത്. അതോടൊപ്പം തന്നെ അതങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അതിൻ്റെ പിൻവശത്ത് അതായത് ഫോട്ടോയുടെ പിൻവശത്ത് നിങ്ങളുടെ പേര് ഓക്കെ അത് നിങ്ങൾ ഈ പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ട് എഴുതണം. നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്റർ, അതായത് ഫോട്ടോയുടെ പിൻവശത്താണ് ക്യാപിറ്റൽ, മുൻവശത്തല്ല. നമ്മുടെ ഫോട്ടോയുടെ പിൻവശത്തുണ്ടാവുമല്ലോ, നമ്മളവിടെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്തുപാട് എഴുതണമെന്ന് വെച്ചാൽ ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഏത് പോസ്റ്റിനാണ്. ഇപ്പം ഞാൻ MTS ആണെങ്കിൽ ഇവിടെ എന്താണ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്ന് എഴുതുക. ഇനി അതല്ല നിങ്ങൾക്ക് MTS എന്ന് എഴുതിയാലും മതി കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഷോർട്ടാക്കി കൊള്ളൂല്ലെങ്കിൽ MTS നീറ്റായിട്ട് എഴുതിയാലും മതി. LDC ആണെങ്കിൽ LDC എന്ന് എഴുതുക. അപ്പോൾ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എഴുതണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ഇവിടെ വ്യക്തമാക്കാം. നമ്മുടെ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കണം. ഇവിടെ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കണം. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഞാൻ പറയാം ഓരോന്നിനും. ഇതിപ്പോൾ MTSൻ്റെ ഫോമാണ്, LDCക്ക് വേറെ ഫോം ഉണ്ട്, ഓരോന്നിനും ഫോം ഉണ്ട്. അപ്പോൾ ഈ വശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഈ വശത്തോ അല്ലെങ്കിൽ ഈ കോർണറിലോ ഏതെങ്കിലും ഒരു കോർണറിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 3 ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യുക 3 ഫോട്ടോഗ്രാഫ് ഇവിടെ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പിൻ ചെയ്യണം. ആ ഫോട്ടോഗ്രാഫ് പിൻ ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് അതിൻ്റെ പിൻവശത്ത് നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി നിങ്ങളിപ്പോൾ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക MTS എന്നും പാടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, അത് നിർബന്ധമായിട്ട് ചെയ്യണം. എന്നിട്ടായിരിക്കണം ആ 3 ഫോട്ടോഗ്രാഫ് നിങ്ങൾ അവിടെ ഒട്ടിക്കേണ്ടത്. അപ്പം ഓരോ ഫോട്ടോഗ്രാഫിൻ്റെ പിൻവശത്ത് നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ പേരും എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളുടെ പേര് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ എഴുതണം. അത് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപേക്ഷ റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഇത് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ SC/ST കാറ്റഗറി OBCൻ്റെ ഒക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എല്ലാം സെൻട്രലിൻ്റെ പർപ്പസിന് തയ്യാറാക്കിയതായിരിക്കണം. അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന വേറെ എന്തെങ്കിലും ക്ലെയിം ചെയ്യാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ആ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിൻ്റെ കോപ്പിയും പാടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല ഇതിലേക്ക് അപേക്ഷ ഫീസായിട്ട് വരുന്നുണ്ട്. അപേക്ഷ ഫീസ് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അപേക്ഷകളൊന്നും വരാൻ സാധ്യതയില്ല. അത് നമുക്കൊരു ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. അത്യാവശ്യം പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലേക്ക് കൊടുക്കാം. കാരണം 800 രൂപയാണ് നമുക്ക് അപേക്ഷ ഫീസായിട്ട് വരുന്നത്. അത് നമ്മൾ DD എടുക്കണം. അത് ബാങ്കിൽ പോയിട്ട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ ഫേവർ ഓഫ് കൊടുക്കേണ്ടത് ഡയറക്ടർ കൂടെ കാണാൻ ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് നിങ്ങൾ ഫേവർ ഓഫ് കൊടുക്കേണ്ടത്. അപ്പോൾ DDയുടെ ഫോമിൽ ഉണ്ടാവും ഫേവർ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന എഴുതി കൊടുക്കാൻ ഡയറക്ടർ ബാങ്കിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് കൊടുക്കുക. അവിടെ പേബിൾ അറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുക. എത്ര എമൗണ്ട് എന്നുള്ളത് 800 രൂപയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ DD എടുക്കണം. ആ DD നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അത് നോൺ റീഫണ്ടബിൾ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ PWD ശാരീരികമായ പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 300 രൂപയാണ് ഫീ അല്ലാതെ ശരിക്കും ഈ പറയുന്ന പ്രോസസ്സിംഗ് ഫീ ആയിട്ടാണ് വരുന്നത്. മറ്റേത് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നില്ല. അപ്ലിക്കേഷൻ ഫീ 500 രൂപ പ്ലസ് മറ്റേ പ്രോസസ്സിംഗ് ഫീ 300 രൂപ. അങ്ങനെയാണ് ടോട്ടൽ 800 വരുന്നത്. എന്നാൽ ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സോ അതല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സോ PWD കാൻഡിഡേറ്റ്സോ ആണെങ്കിൽ അവർക്ക് 300 രൂപയുടെ DD എടുത്താൽ മതി. ഇതുപോലെ തന്നെ ഫേവർ ഓഫ് സെയിം തന്നെ ഡയറക്ടർ കോമഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ്
ആൻഡ് ടെക്നോളജി ഇതിന് പേബിൾ എന്നുള്ള ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ DD എടുക്കണം. ഈ DD നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമ്മൾ അയക്കണം. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾ കയ്യിൽ എടുത്ത് വെച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിലേക്ക് നമ്മൾ DD എടുത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് റീഫണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നൊക്കെ പ്രിപ്പറേഷനൊക്കെ ഉള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. വെറുതെ ക്യാഷ് കളയണ്ട, അതും ശ്രദ്ധിക്കണം. വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ പ്രിപ്പറേഷൻ വേണം. ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ അപേക്ഷകരുടെയും അപേക്ഷകൾ ഒരു സ്വീകരിച്ച് അതിന് സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാവും. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഏറ്റവും എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് അവർ മേ ബി ചിലപ്പോൾ നമ്മുടെ മാർക്ക് നോക്കാം, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാം, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ഏതാ നോക്കാം. അപ്പോൾ അതിനൊക്കെ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അതൊക്കെ റിജക്ട് ചെയ്ത് എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ അവർ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷന് വിളിക്കും. ഓക്കെ, അപ്പോൾ റിട്ടൺ എക്സാമിനേഷന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വെന്യൂസൊക്കെ അധികവും നമുക്ക് ബാംഗ്ലൂർ തന്നെ ആയിരിക്കും ഉണ്ടാകാൻ സാധ്യത എക്സാമിൻ്റെ. പിന്നെ ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പോസ്റ്റിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഒരു എൻവലപ്പ് എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമല്ലോ, അതായത് ഒരു പോസ്റ്റൽ കവറിലാണെങ്കിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പോസ്റ്റൽ കവർ നിങ്ങൾ ഏതൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിലും നമുക്കൊരു A4 സൈസിലുള്ള എൻവലപ്പ് ഉണ്ടാവും വാങ്ങാൻ. അത് വാങ്ങിയിട്ട് കൊടുക്കട്ടെ, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ള A4 സൈസിലുള്ള. എന്നാലും നമുക്ക് ഫ്രം ടു അഡ്രസ്സൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റും. എന്നാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങളത് ഏത് പോസ്റ്റിലേക്കാണ്, MTS ആണ് MTS, LDC ആണ് LDC എന്നുള്ളത് എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഇനി ഇതിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം ലൈബ്രറി ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് കാണാം ജനറൽ അവയർനെസ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ്, ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ ലൈബ്രറി സയൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ഉണ്ടാവും. 25 മാർക്കാണ് ഓരോ സെക്ഷനിലും ഉണ്ടായിരിക്കുക. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം ലോ ഡിവിഷൻ ക്ലർക്ക്. അതിൽ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ തന്നെയാണ് ഉണ്ടായിരിക്കുക. ഈ പറയുന്ന ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ്, ഇതിൽ അങ്ങനെ ഓരോന്നും 25 ക്വസ്റ്റൻസ് ആണ് ഓരോ സെക്ഷനിലും ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, അത് 100 മാർക്കിനായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പറയുന്ന ടൈപ്പ് റൈറ്റിംഗ്, ഈ പറയുന്ന LDC പറയുന്ന പോസ്റ്റിലേക്ക്. ഇനി അടുത്ത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്കാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ഉണ്ടായിരിക്കുക. ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ഓരോ സെക്ഷനിലും 25 മാർക്ക് ഇതാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് സീരീസൊക്കെ നമ്മുടെ ആപ്പിലിടും. അതുകൊണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കേണ്ട നമ്മുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ. ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ GeoCiviL Eduland എന്ന് അടിച്ചാൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ GeoCiviL Eduland പേജിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളടത്ത് ഇവിടെ കാണാം IWST എന്ന് കാണാം. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ലേറ്റസ്റ്റ് ജോബ്സിൽ ഈ പൊസിഷനിലുള്ളത് ഉണ്ടാകാതെ താഴോട്ട് പോകും. നമ്മൾ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് താഴോട്ട് പോകും. അപ്പോൾ നിങ്ങൾ വ്യൂ മോർന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതൊന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇവിടെ കാണാം IWST എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു പേജിലേക്കാണ് വരിക. കൂടെ കാണാം IWST റിക്രൂട്ട്മെൻറ്റ് എന്നിട്ട് ഇവിടെ കാണാം താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാൻ ഇപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഇത് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഫോം ഇവിടെ നമുക്ക് ഈ പറയുന്ന വേർഡ് ഫോമാറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം അതിപ്പോൾ നമ്മുടെ അവരുടെ ഒഫീഷ്യൽ സൈറ്റ് തന്നെയാണ്. ഇവിടെ ആ ഒരു വേർഡ് ഫോമാറ്റിലാണ്. ഇപ്പോൾ LDC ആണെങ്കിൽ LDC എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന LI ആണെങ്കിൽ LI, MTS ആണെങ്കിൽ MTS, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ലിങ്കുകളുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഡോക് ഫോമാറ്റാണ്, മീൻസ് വേർഡ് ഫോർമാറ്റാണ്. അത് PDF ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് GeoCiviL Eduland എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഡോക്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആപ്പിൽ. നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ആ മെയിൻ മെനുവിൽ താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ഡോക്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഈ പറയുന്ന ജസ്റ്റ് IWST അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോ പോസ്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ PDF അതൊന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വേർഡ് ഫോർമാറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, വേർഡ് ഫോർമാറ്റ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് അലൈൻമെൻ്റ് ഒക്കെ ചെറിയ ഇഷ്യൂസ് വരും. അപ്പോൾ അതൊക്കെ നോക്കണം നിങ്ങൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ തന്നെ യൂസ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് നോക്കാം. അത് രണ്ടും സെയിം ആണോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഇട്ടത്. ഞാനിപ്പോൾ ഇവിടെ MTSൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിനും സെയിം മാതൃക തന്നെയാണ്. ഓക്കെ, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ മാത്രം നമുക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പേര്, ഫാദറിൻ്റെ പേര്, ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇവിടെ ഒട്ടിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 3 അഡീഷണൽ ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ വേണം. ഇത് കൂടാതെ
അത് നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ പിൻ ചെയ്യാണ് വേണ്ടത് കേട്ടോ. നമ്മൾ സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ പിൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് പിൻ ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ബാക്കിൽ ആ ഫോട്ടോയുടെ ഓരോന്നിൻ്റെയും ബാക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. എന്നിട്ട് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതും നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കണം. എന്നിട്ടായിരിക്കണം നിങ്ങളത് പിൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ പിൻ കോഡ്, ഇമെയിൽ ഐ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ബ്ലോക്ക് ലെറ്ററിന് മാക്സിമം ഇതൊക്കെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കട്ടെ. എല്ലാം ഫില്ല് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിനെ യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് DDയുടെ നമ്പർ എഴുതാം, നമ്മുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ അതെടുത്ത് ഡേറ്റ് ചെയ്താം. ഇവിടെ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന SC ST OBC ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അനുസരിച്ച് ചെയ്യാം. ജനറൽ ആണെങ്കിൽ ജനറൽ ടിക്ക് ചെയ്യാം, ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്താൽ മതി. OBC ആണെങ്കിൽ OBC ടിക്ക് ചെയ്യാം. ഇനി അടുത്ത നിങ്ങളോട് മെയിൽ ഓർ ഫീമെയിൽ ആണ്. മെയിൽ ആണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം, ഫീമെയിൽ ആണെങ്കിൽ ഇത് ബ്ലാങ്ക് ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, അതല്ലാത്ത ബ്ലാങ്ക് ആക്കി വിടാം. ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പറയുന്ന 3/1/2025 നിങ്ങൾക്ക് എത്ര ഏജ് ആവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈസി ടൂൾസ് ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് കയറിയത് ഈസി ടൂൾസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്താൽ അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഏജ് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കുക. ഏജ് അറ്റ് ദ ഡേറ്റ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് 3/1/2025 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ എഴുതാൻ ഈ ഫോമിൽ എഴുതാൻ പറ്റുന്ന കറക്റ്റ് രീതിയിൽ നിങ്ങൾക്ക് ഇയറും മന്തും ഡേയ്സും അവിടെ കാണിക്കും. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മുടെ 10ാം ക്ലാസ് മുതലുള്ള കാര്യങ്ങൾ ഇവിടെ അങ്ങോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം കൊടുക്കാതെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇയർ ഓഫ് പാസിങ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾക്ക് ഇനിയും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറയുന്ന ഈസി ടൂൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈസി ടൂളിൽ നിങ്ങൾക്കിവിടെ കാണാം SSLC 10% കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇട്ട് നിങ്ങളുടെ ഗ്രേഡ് ഇട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം. A+A നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രേഡ് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതല്ല ഈ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് മാനുവലി നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ അതൊക്കെ അവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനനുസരിച്ച് ഓർഡറിൽ. ഇനി വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ എന്തെങ്കിലും സ്കില്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ NOC എടുത്ത് നമ്മൾ വേണ്ട നിലവിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളതാണ്. നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ വായിക്കുക. എന്നിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേര്, ഡേറ്റ് ഇവിടെ കൊടുക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ നമ്മൾ സൈൻ ചെയ്ത അപ്ലിക്കേഷൻ ഫോം നമ്മളവിടെ വെക്കേണ്ട, അവിടെ യെസ് ടിക്ക് ചെയ്യാം. സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, നമ്മുടെ ഈ പറയുന്ന 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്യാം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓക്കെ, അത് നമ്മളിവിടെ ടിക്ക്. ഇതിവിടെ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് മതി കേട്ടോ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് 10ാം ക്ലാസ്സിലെ മതി കേട്ടോ. എല്ലാം പാടെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. അതായത് ആദ്യം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ആയിരിക്കും ഏറ്റവും മുകളിൽ. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത് 10ാം ക്ലാസ്സാണ് യോഗ്യതയെങ്കിൽ വീണ്ടും അത് സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് SC ST OBC ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റാണ് 4ാമത് വെക്കേണ്ടത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പാസ്വേഡ് ഫോട്ടോഗ്രാഫ്, നമ്മുടെ അതിൻ്റെ പേര് എഴുതി നമ്മുടെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ എഴുതിയിട്ട് അവിടെ ഒട്ടിക്കണം. ഓക്കെ, അത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫ്രണ്ട് പേജിലാണ് നിങ്ങൾ ഒരു ഫോട്ടോ അവിടെ ഒട്ടിക്കണം. ഒരു ഫോട്ടോ അവിടെ ഒട്ടിക്കണം. ബാക്കി 3 നമ്മളിവിടെ ജസ്റ്റ് എന്ത് ചെയ്യണം, പിൻ ചെയ്യണം കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്ക് ചെയ്യാം. ഇനി നിങ്ങൾ അപ്പം ഇത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇവിടെ നോ എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇവിടെ യെസ് ഓർ നോ എന്നുള്ള കോൾ ഉണ്ടായതുകൊണ്ട് നോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. ഇല്ലാത്തത് നോ എന്നുള്ളടത്ത് ടിക്ക് ചെയ്യാം കേട്ടോ. അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ നോ അവിടെ ടിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കിവിടെ DD എടുത്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നുള്ള അവിടെ ടിക്ക് ചെയ്യുക. നിങ്ങൾ ഇത്രയാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പേരാണ്, ഇവിടെ നിങ്ങളുടെ ഡേറ്റ്, ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, അങ്ങനെ 2 പേജാണ് വരിക. 2 A4 ഷീറ്റിൽ നീറ്റായിട്ട് ഒരു 2 പേപ്പറിലായിട്ട് തന്നെ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും പ്രിൻ്റ് എടുക്കരുത്. 2 സെപ്പറേറ്റ് ഷീറ്റിൽ തന്നെ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാതെ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻ ഫോം സെയിം മാതൃക തന്നെയാണ്. പോസ്റ്റ് മാത്രം ഇവിടെ നോക്കുക കേട്ടോ. അവിടെ നിങ്ങൾ ചില MTS ആണ്, മറ്റേ LTCക്ക് വേറെ ഉണ്ട്. അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് ആ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വേർഡ് ഫോമായിട്ടായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, പ്രിൻ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ആപ്പിൽ നമുക്ക് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിലൂടെ ചാറ്റ് ചെയ്താലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ആദ്യം ഒന്നുകൂടെ അതിൻ്റെ ഒരു ഓർഡർ ഞാൻ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എൻവലപ്പ് വാങ്ങണം. വലിയൊരു എൻവലപ്പിന് വാങ്ങട്ടോ. ഒരു A4 സൈസ് ഷീറ്റിലുള്ള എൻവലപ്പ്, അതായത് പോസ്റ്റൽ കവർ വാങ്ങുക. എന്നിട്ട് ഞാൻ പറഞ്ഞ അഡ്രസ്സ്, നമ്മൾ അയക്കേണ്ട അഡ്രസ്സ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അഡ്രസ്സ് നമ്മളിവിടെ ചെയ്താൽ 2 എന്നുള്ളടത്ത് ചെയ്താൽ ഫ്രം എന്നുള്ളടത്ത് നമ്മുടെ അഡ്രസ്സ് ചെയ്താൽ ദെൻ ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എഴുതിയിട്ട് നിങ്ങൾ ഏത് പോസ്റ്റാണ്, LDC ആണ് LDC അല്ലെങ്കിൽ MTS ആണ് MTS വെച്ചാൽ അത് ചെയ്താൽ. ഇനി 2ലേക്ക് നിങ്ങൾ അയക്കണമെങ്കിൽ രണ്ട് സെപ്പറേറ്റ് എന്ത് ചെയ്യണം, എൻവലപ്പ് വാങ്ങിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ്സും വെക്കണം. അത് ഒന്നിലിട്ട് കൊടുക്കരുത്, അത് റിജക്റ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ പറയുന്ന എൻവലപ്പിലേക്ക് എന്തൊക്കെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അത് ഒന്ന് നിങ്ങളുടെ
ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമാണ്, അത് ഫില്ല് ചെയ്യാം പ്രോപ്പറായിട്ട്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഫോട്ടോയും ആവശ്യമുള്ള ഫോട്ടോ ഒട്ടിക്കാതെ പിൻ ചെയ്യേണ്ട ഫോട്ടോകളുണ്ട്, ആ രീതിയിൽ ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, വേറെ എന്തെങ്കിലും സ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, സ്പീഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് മറ്റു രീതിയിലോ നോർമൽ പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ DD എടുക്കേണ്ട മാതൃക പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ വെക്കേണ്ടത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഫോമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് ഏതാഴ്ച അത് ഓക്കെ, നമ്മുടെ ഏജ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ആണ്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ DD വെക്കേണ്ടത് കേട്ടോ. ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലാസ്റ്റാണ് വെക്കേണ്ടത്. ഒറിജിനൽ വെക്കണം, ഫോട്ടോ കോപ്പി നമ്മൾ എടുത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.